ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ബയോസൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ ആണ് നോക്കാൻ പോകുന്നത്. അപ്പം ബയോസൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിഹേവിയറിനെ, ഇമോഷനെ, തിങ്കിങ്ങിനെ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോസസ്സിനെ ബ്രെയിൻ എങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രെയിന് അതുമായിട്ടുള്ള കണക്ഷൻ എന്ത് എന്ന് പഠിക്കുന്ന ഫീൽഡാണ് ബയോസൈക്കോളജി. അപ്പോൾ ആ ബയോസൈക്കോളജിയിൽ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നതിന് മുന്നേ ഞാൻ ബ്രെയിനെ പറ്റി എന്ന് പറയാം. നമുക്കറിയാം ഇതിന്റെ ഷേപ്പ് ഒരു റിങ്കിൾഡ് വാൾനട്ട് പോലെയാണ് അല്ലെ. ഇത് കണ്ടറിയാം, മേലെ ഇങ്ങനെ ചുളിഞ്ഞിട്ടുള്ള ഒരു ഷേപ്പാണ് ഉള്ളത്. ഇറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ടിഷ്യൂ വെയിങ് ഓൺലി അബൌട്ട് 1.3 kilograms. അതായത് 1.3 kilograms മാത്രമാണ് വെയിറ്റ് എങ്കിലും ഇതിന്റെ ഉള്ളിൽ ഇൻഫൈനൈറ്റ് ന്യൂറൽ കണക്ഷൻ അല്ലെങ്കിൽ നെർവസ് ഉണ്ട്. ദ ഹ്യൂമൻ ബ്രെയിൻ ഈസ് ഹൈലി കോംപ്ലിക്കേറ്റഡ്. നമ്മുടെ എല്ലാവിധ ഹയർ ഓർഡർ ഫങ്ഷനിങ്ങും നടക്കുന്നത്, അതായത് ഇമോഷൻ, തിങ്കിങ്, കോഗ്നിഷൻ എന്ന് പറഞ്ഞ പോലെ ഡിഫറെന്റ് ഹൈലി കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്ന ഹ്യൂമൻ ബോഡിയുടെ പാർട്ടാണ് ബ്രെയിൻ. ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ദ അനാറ്റമി, ബയോകെമിക്കൽ പ്രോസസ് ആൻഡ് ദ ഫിസിയോളജി ഓഫ് നെർവസ് സിസ്റ്റം ഈസ് നോൺ ആസ് ന്യൂറോസയൻസ്. ഇങ്ങനെ ഈ ബ്രെയിനിന്റെ അനാറ്റമി അല്ലെങ്കിൽ ബയോകെമിക്കൽ പ്രോസസ് അല്ലെങ്കിൽ ഫിസിയോളജി ഓഫ് നെർവസ് സിസ്റ്റത്തിന്റെ ഈ ഫിസിയോളജി ഒക്കെ പഠിക്കുന്ന ശാസ്ത്രശാഖയെ പറയുന്ന പേരാണ് ന്യൂറോ സയൻസ്. ഈ ന്യൂറോ സയൻസ് തന്നെയുള്ള ഒരു ഫീൽഡാണ് ഈ ബയോസൈക്കോളജി. നമ്മൾ നേരത്തെ പറഞ്ഞു ബയോസൈക്കോളജി എന്താണ്. ബയോസൈക്കോളജി എന്ന് പറഞ്ഞാൽ എന്താ, ബ്രെയിന് അല്ലെങ്കിൽ ബയോളജിക്കൽ അപ്രോച്ച് ടു ദ സ്റ്റഡി ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ ആണ് ബയോസൈക്കോളജി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ സൈക്കോ ബയോളജി എന്നും അല്ലെങ്കിൽ ബിഹേവിയറൽ ബയോളജി അല്ലെങ്കിൽ ബിഹേവിയറൽ ന്യൂറോ സയൻസ് എന്നൊക്കെ പറയുന്നുണ്ട്. ബയോസൈക്കോളജി എന്നുള്ള വേർഡ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് 1949 ദ ഓർഗനൈസേഷൻ ഓഫ് ബിഹേവിയർ എ ന്യൂറോ സൈക്കോളജിക്കൽ തിയറി എന്നുള്ള പബ്ലിക്കേഷനിലെ ഡൊണാൾഡ് ഹെബ് എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. ഇയാളാണ് ഫാദർ ഓഫ് ന്യൂറോ സൈക്കോളജി എന്നും അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജിയിലേക്ക് പോവാം. ഡിവിഷൻസ് ഓഫ് ബയോസൈക്കോളജി എന്ന് പറയുമ്പോൾ മേജർ ആയിട്ട് 6 ഡിവിഷൻസ് ആണ് വരുന്നത്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഫിസിയോളജിക്കൽ സൈക്കോളജി. ഫിസിയോളജിക്കൽ സൈക്കോളജി യൂസസ് കൺട്രോൾഡ് എക്സ്പെരിമെന്റൽ കണ്ടീഷൻ ടു സ്റ്റിമുലേറ്റ് ദ ബ്രെയിൻ ആൻഡ് സ്റ്റഡി ഇറ്റ്സ് എഫക്ട്സ് ഓൺ ബിഹേവിയർ. അതായത് ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ നമ്മുടെ കൺട്രോൾ ആയിട്ടുള്ളൊരു എക്സ്പെരിമെന്റൽ കണ്ടീഷൻ, അതായത് റൂബോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ ബ്രെയിനെ സ്റ്റിമുലേറ്റ് ചെയ്തിട്ട് ബിഹേവിയറിനെ മനസ്സിലാക്കുന്നതിനാണ് നമ്മൾ ഫിസിയോളജിക്കൽ സൈക്കോളജി എന്ന് പറയാം. ഇറ്റ് ഇൻവോൾവ് ഡയറക്റ്റ് മാനിപ്പുലേഷൻ ആൻഡ് റെക്കോർഡിംഗ് ഓഫ് ദ ബ്രെയിൻ ബൈ പ്രൈമർലി യൂസിങ് സർജിക്കൽ ഓർ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഓൺ ആനിമൽസ് ഫോർ റിസർച്ച്. അതായത് നമ്മൾ ഈ സർജറിയിലൂടെയോ അല്ലെങ്കിൽ വിവിധ തരത്തിലുള്ള ഇലക്ട്രിക് സ്റ്റിമുലേഷനിൽ കൂടിയോ നമ്മളെ ബ്രെയിനിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയും അതിനെ റെക്കോർഡ് ചെയ്യുകയും ചെയ്യും. അതായത് ഈ ഇൻസ്ട്രുമെന്റ്സ് ഉപയോഗിച്ച് റെക്കോർഡ് ചെയ്യുകയും ചെയ്തിട്ട് പഠിക്കുകയാണ് നമ്മൾ ഈ ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ ചെയ്യുന്നത്. ദെയർ എയിം ഈസ് ടു ഡെവലപ്പ് തിയറീസ് അബൌട്ട് ഹൗ ന്യൂറൽ മെക്കാനിസം കൺട്രോൾ ബിഹേവിയർ. അതായത് ഈ ഫിസിയോളജി സൈക്കോളജിസ്റ്റുമാരുടെ ലക്ഷ്യം എന്താന്ന് പറഞ്ഞാൽ ഈ ന്യൂറൽ മെക്കാനിസത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് ബിഹേവിയറിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാം, അല്ലെങ്കിൽ ന്യൂറൽ മെക്കാനിസത്തിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് എങ്ങനെ ബിഹേവിയറിനെ കൺട്രോൾ ചെയ്യാം എന്ന് പഠിക്കുന്നതാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് സൈക്കോഫാർമക്കോളജി. Psychopharmacologists use drugs to stimulate neural system and then observe their effects on behavior. അതായത് നേരത്തെ പറഞ്ഞ ഫിസിയോളജിക്കൽ സൈക്കോളജിയിൽ നമ്മളെ സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സിലൂടെയാണ് നമ്മുടെ ബ്രെയിനെ പറ്റി പഠിക്കുന്നതെങ്കിൽ സൈക്കോ ഫാർമക്കോളജിസ്റ്റുകൾ ഡ്രഗ് ഉപയോഗിച്ച് നമ്മളെ നെർവസ് സിസ്റ്റത്തിലെ അല്ലെങ്കിൽ ന്യൂറൽ സിസ്റ്റത്തിനെ സ്റ്റിമുലേറ്റ് ചെയ്യിച്ച് അത് നമ്മുടെ ബിഹേവിയറിൽ ഉണ്ടാകുന്ന ചേഞ്ചിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടാണ് സൈക്കോ ഫാർമക്കോളജിസ്റ്റുകൾ ബിഹേവിയറിനെ കുറിച്ച് പഠിക്കുന്നത്. ദ പർപ്പസ് ഈസ് ടു സ്റ്റഡി ദെയർ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ബ്രെയിൻ ആൻഡ് ബിഹേവിയർ. നേരത്തെ ഉള്ള പോലെ തന്നെ നമ്മുടെ ബ്രെയിനും നമ്മുടെ ബിഹേവിയറും തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ ഇന്ററാക്ഷൻ എങ്ങനെയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ ഡ്രഗ്സ് ഉപയോഗിച്ച് സ്റ്റഡി ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് വരുന്നത് ന്യൂറോ സൈക്കോളജി. ന്യൂറോ സൈക്കോളജിസ്റ്റ് സ്റ്റഡി ദ പേഷ്യൻസ് ഹു ഹാഡ് some head injury or trauma and are suffering from brain damage. ന്യൂറോ സൈക്കോളജിസ്റ്റുമാർ പഠിക്കുന്നത് എന്താന്ന് വെച്ചാൽ ഈ ഹെഡ് ഇഞ്ചുറിയോ അല്ലെങ്കിൽ വല്ല ട്രോമയോ വല്ല ആക്സിഡന്റ് മൂലമൊക്കെ സംഭവിച്ച പേഷ്യൻസിൽ ഉള്ള അതായത് അവരുടെ ബ്രെയിൻ ഡാമേജ്
ഉപയോഗിച്ചിട്ടാണ് അവർ പഠിക്കുന്നത്. ഇതിലൂടെ നമുക്ക് അതായത് ബ്രെയിനിലുള്ള ഇമ്പയർമെന്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഡയഗ്നോസ് ചെയ്യാനും അതിനെ ട്രീറ്റ് ചെയ്യാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് സൈക്കോ ഫിസിയോളജി. സൈക്കോ ഫിസിയോളജിയിൽ നമ്മൾ ഒരുപാട് നോൺ ഇൻവേസീവ് ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ നോൺ ഇൻവേസീവ് ടെക്നിക്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിനുള്ളിൽ ഒരു ഇൻസ്ട്രുമെന്റും ഇടാതെ പുറത്ത് വെച്ചുകൊണ്ട് തന്നെ, അല്ലെ നമ്മുടെ ശരീരത്തിന്റെ സ്കിന്നിന്റെ ഒക്കെ പുറത്ത് വെച്ചുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഇൻസ്ട്രുമെന്റ്സിനെയാണ് ഈ നോൺ ഇൻവേസീവ് ടെക്നിക്സ് എന്ന് പറയാം. ഈ സൈക്കോ ഫിസിയോളജിസ്റ്റ് നോൺ ഇൻവേസീവ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ സൈക്കോളജിക്കൽ പ്രോസസ്, അതായത് അറ്റൻഷൻ, ലേണിംഗ്, മെമ്മറി, ഇമോഷൻ, അതൊക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുക. ഈ നോൺ ഇൻവേസീവ് ടെക്നിക്സ് ഉപയോഗിച്ച് മെഷർ ചെയ്യാണ് ഈ സൈക്കോ ഫിസിയോളജിസ്റ്റുമാർ ചെയ്യുന്നത്. അതിൽ തന്നെ ഇലക്ട്രോ എൻസെഫാലോഗ്രാം എന്ന് പറയുന്ന മെത്തേഡ് ഉണ്ട്, മസിൽ ടെൻഷൻ, ഐ മൂവ്മെന്റ്, ഗാൽവാനിക് സ്കിൻ റെസ്പോൺസ്, ഹാർട്ട് റേറ്റ്, ബ്ലഡ് പ്രഷർ ആൻഡ് പ്യൂപ്പിൾ ഡൈലേഷൻ തുടങ്ങിയിട്ടുള്ള വിവിധ തരം ടെക്നിക് ഉണ്ട്. അത് നമ്മൾ വഴി ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. ദെൻ അടുത്ത വരുന്ന ഫീൽഡാണ് കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ്. Cognitive neuroscientists study the neural basis of cognition and higher order cognitive process like thinking, memory, attention, as well as perceptual process. Hence, human participants are taken for research. The techniques are used are non-invasive. Functional brain imaging is the main method of recording the brain activity. പറഞ്ഞ പോലെ നമ്മുടെ കൊഗ്നിറ്റീവ് പ്രോസസ് ആയിട്ടുള്ള തിങ്കിങ്, മെമ്മറി, അറ്റൻഷൻ, പെർസെപ്ഷൻ പ്രോസസ് ഒക്കെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ ന്യൂറൽ ബേസിനെ പഠിക്കുന്ന മേഖലയാണ് ഈ കൊഗ്നിറ്റീവ് ന്യൂറോ സയൻസ് എന്ന് പറയാം. ഇത് പറഞ്ഞ പോലെ നോൺ ഇൻവേസീവ് ആണ്. ഇനി അടുത്തതാണ് കമ്പാരിറ്റീവ് സൈക്കോളജി. Comparative psychologists study the behavior of different species to understand their behavior from evolutionary, genetic and adaptation perspective. ഈ കമ്പാരിറ്റീവ് സൈക്കോളജിസ്റ്റുമാർ ഈ ബിഹേവിയറിന്റെ ഒരു എവല്യൂഷണറി അല്ലെ ജെനറ്റിക് അല്ലെ അഡാപ്റ്റേഷൻ പെർസ്പെക്റ്റീവ് ആണ് പഠിക്കുന്നത്. ഇനി നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ് ബയോസൈക്കോളജി എന്ന് പറഞ്ഞു, അതിന്റെ ഡിവിഷൻസ് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഈ മെത്തേഡ്സ് ടു സ്റ്റഡി ബയോസൈക്കോളജി ആണ് നമ്മൾ പറയുന്നത്. ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് അബ്ലേഷൻ മെത്തേഡ്. അബ്ലേഷൻ മെത്തേഡ് എന്താന്ന് വെച്ചാൽ, അബ്ലേഷൻ റെഫേഴ്സ് ടു ദ സർജിക്കൽ റിമൂവൽ ഓർ destruction of brain tissue to study the effects on behavior and neurological function. അതായത് ഈ അബ്ലേഷനിൽ കൂടി നമ്മൾ സർജിക്കലി ഒരു ബ്രെയിൻ ടിഷ്യൂവിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ഡിസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ എഫക്റ്റ്, അതായത് അങ്ങനെ റിമൂവ് ചെയ്തതിനു ശേഷം നമ്മുടെ ബിഹേവിയറിലോ അല്ലെങ്കിൽ ന്യൂറോളജിക്കൽ ഫംഗ്ഷനിലുള്ള മാറ്റം ഒബ്സർവ് ചെയ്യും. Used to understand the function of specific brain region by observing behavioral changes following the ablation. നമ്മൾ പറഞ്ഞത്, അതായത് ഇങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമ്മൾ ഒബ്സർവ് ചെയ്യും എന്താണ് നമ്മുടെ ബിഹേവിയറിൽ അല്ലെങ്കിൽ നമ്മുടെ ഫംഗ്ഷനിങ്ങിൽ, ന്യൂറോളജിക്കൽ ഫംഗ്ഷനിങ്ങിൽ വന്ന മാറ്റം നമ്മൾ ഒബ്സർവ് ചെയ്യും. അതിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് സർജിക്കൽ അബ്ലേഷൻ, കെമിക്കൽ അബ്ലേഷൻ, റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ, ക്രയോജനിക് അബ്ലേഷൻ. ഇത് ഡീറ്റെയിൽഡ് ആയിട്ട് പോകേണ്ട കാര്യമല്ല, എന്നാലും ജസ്റ്റ് പറയാം. സർജിക്കൽ അബ്ലേഷന് നമ്മൾ കാർഡിയാക് അബ്ലേഷൻ എന്നും കൂടി പറയും. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹേർട്ടിലുള്ള, അതായത് ഈ അബ്ലേഷൻ മെത്തേഡ് ഹേർട്ട് റീജിയനിൽ ചെയ്യുന്നതിനാണ് ഈ സർജിക്കൽ അബ്ലേഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഹാർട്ട് റേറ്റോ അല്ലെ ഹാർട്ട് റിതംസിന്റെ വ്യത്യാസം ത്തിനാണ് ഈ സർജിക്കൽ അബ്ലേഷൻ ചെയ്യാം. ദെൻ ഗോസ് ടു കെമിക്കൽ അബ്ലേഷൻ. കെമിക്കൽ അബ്ലേഷനിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ കെമിക്കൽ ഡ്രഗ്സ് സാധനങ്ങൾ ഇഞ്ചക്ട് ചെയ്തിട്ടാണ് കെമിക്കൽ അബ്ലേഷനിൽ നമ്മൾ ചെയ്യുക. ഇനി റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ആണെങ്കിൽ ഈ അതായത് ഈ റേഡിയോ വേവ്സിൽ കൂടിയിട്ട് നമ്മൾ ആ സ്പെസിഫിക് ടിഷ്യൂ അല്ലെങ്കിൽ സ്പെസിഫിക് റീജിയനെ നമ്മൾ ഈ റേഡിയോ വേവ്സിൽ വരുന്ന ഹീറ്റ് ഉപയോഗിച്ച് നമ്മൾ ഡിസ്ട്രക്ട് അല്ലെങ്കിൽ നശിപ്പിക്കുകയാണ് ചെയ്യുക. ദെൻ ക്രയോജനിക് അബ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ഈ ക്രയോജനിക് അബ്ലേഷനിൽ നമ്മളൊരു ഹോളോ ട്യൂബ് ഉപയോഗിക്കും. ഈ ഹോളോ ട്യൂബിലൂടെ ഒരു ഫ്ലൂയിഡ്, അതായത് ഒരു കോൾഡ് ഫ്ലൂയിഡ് കളത്തി വിട്ടിട്ട് ആ ഒരു റീജിയൻ നശിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് ക്രയോജനിക് അബ്ലേഷൻ. ദെൻ നെക്സ്റ്റ് ഇതിനുപയോഗിക്കുന്ന ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ലീഷൻ മെത്തേഡ്, ആസ്പിറേഷൻ മെത്തേഡ്, ഇലക്ട്രോലിറ്റിക് ലീഷൻസ്. ഇറ്റ്സ് നോട്ട് മച്ച് ഇമ്പോർട്ടൻറ്റ്. ഇനി ഇതിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ, അതായത് ഈ അബ്ലേഷൻ മെത്തേഡിന്റെ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റഡിയിങ് ബ്രെയിൻ സ്ട്രക്ചേഴ്സ് റിലേറ്റഡ് ടു സ്പെസിഫിക് ബിഹേവിയേഴ്സ് ആൻഡ് ഫംഗ്ഷൻ. അതായത് ബ്രെയിന് നമുക്കറിയാം, ഒരു ഇപ്പം പെറൈറ്റൽ ലോബ് ഉണ്ട്, ടെമ്പോറൽ ലോബ് ഉണ്ട്, അതുപോലെ അമിഗ്ഡാല, സെറിബ്രം, അങ്ങനെ ഡിഫറെന്റ് റീജിയൻസ് ഉണ്ട്.
അപ്പൊ ഈ ബ്രെയിനിന്റെ ഡിഫറെന്റ് റീജിയൻസ് ഏതൊക്കെ ബിഹേവിയേഴ്സ് ആയിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതിന്റെ ഫങ്ഷൻ എന്തൊക്കെയാണ് എന്ന് പഠിക്കാൻ നമ്മളെ ഈ അബ്ലേഷൻ മെത്തേഡ് സഹായിക്കും. ദെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ന്യൂറോളജിക്കൽ ഡിസീസസ് ആൻഡ് ഡിസോർഡേഴ്സ്, അതുപോലെ തന്നെ ന്യൂറോളജിക്കലി പരമായിട്ടുള്ള അസുഖങ്ങളും ഡിസോർഡേഴ്സ് കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ നമ്മളെ അബ്ലേഷൻ മെത്തേഡ് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അണ്ടർസ്റ്റാൻഡിങ് ബ്രെയിൻ പ്ലാസ്റ്റിസിറ്റി ആൻഡ് റിക്കവറി, ബ്രെയിനിന്റെ പ്ലാസ്റ്റിസിറ്റിയും അത് റിക്കവറി ചെയ്യുന്നതിനൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും ഈ അബ്ലേഷൻ മെത്തേഡിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട്. ദെൻ അടുത്ത മെത്തേഡാണ് ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്. ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് ദ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ദ ടിഷ്യൂ. അതായത് നമ്മൾ ഈ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ പഠിക്കുകയാണ്, നമ്മുടെ ബ്രെയിനിന്റെ ടിഷ്യൂവിലെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ പഠിക്കുന്നതിനാണ് ഈ ഹിസ്റ്റോളജിക്കൽ മെത്തേഡ്സ് എന്ന് പറയാം. അണ്ടർസ്റ്റാൻഡിങ് ദ സ്ട്രക്ചർ, ഫങ്ഷൻ, റിലേഷൻഷിപ്പ് ഇൻ ദ ബ്രെയിൻ ആൻഡ് നെർവസ് സിസ്റ്റം. ഇതിലൂടെ നമ്മൾ ഈ സ്ട്രക്ചറും, അതായത് ഈ ബ്രെയിനിന്റെ നെർവസ് സിസ്റ്റത്തിന്റെ തന്നെ സ്ട്രക്ചറും ഫങ്ഷനും നമ്മൾ പഠിക്കുന്നു. ഇതിന്റെ ടെക്നിക്കാണ് ഈ ഫിക്സേഷൻ, സെക്ഷനിങ്, സ്റ്റെയിനിങ്. ഈ ഫിക്സേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഈ ഒരു ഫിക്സേഷൻ ഏജന്റ് ഉപയോഗിച്ചിട്ട് ആ ഒരു പാർട്ട് ഫിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതിനാണ് ഈ ഫിക്സേഷൻ എന്ന് പറയുക. ഇപ്പം ഫിക്സേഷൻ വൺ ഓഫ് ദ മോസ്റ്റ് യൂസ്ഡ് ഫിക്സേഷൻ ആണ് ഈ ഫോർമാലിൻ. അതുപോലെ സെക്ഷനിങ്ങും സ്റ്റെയിനിങ്ങും. സ്റ്റെയിനിങ് ഒക്കെ നമ്മൾ ഈ ഒരു ബയോളജി ക്ലാസ്സിലൊക്കെ, പ്രാക്ടിക്കൽ ക്ലാസ്സിലൊക്കെ കേട്ടിട്ടുണ്ടാവും. ഈ സ്റ്റെയിനിങ് മെത്തേഡ് എന്ന് പറഞ്ഞപ്പോൾ ഒരു നമ്മൾ ഈ തണ്ടിന്റെ ഒക്കെ, പൂവിന്റെ ഒക്കെ തണ്ടൊക്കെ മൈക്രോസ്കോപ്പിലൂടെ നോക്കുമ്പോൾ നമ്മൾ അതിന്റെ നേരത്തെ സാധനം എടുത്തിട്ട് നമ്മളൊരു ഇങ്ക് പോലുള്ള ഒരു സാധനം ഇട്ടിച്ചിട്ടാണ് നോക്കുക. ഇതിനാണ് ഈ സ്റ്റെയിനിങ് പ്രോസസ് എന്ന് പറയാം. അല്ലെങ്കിൽ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് സ്റ്റെയിനിങ് ഉണ്ട്, ഇമ്പോർട്ടന്റ് അല്ല എന്നാലും പറയാണ്. മിസിൽ സ്റ്റെയിൻ, ഗോൾഗി സ്റ്റെയിൻ, ഇമ്മ്യൂണോ ഹിസ്റ്റോ കെമിസ്ട്രി, അതുപോലെ ഫ്ലൂറസെന്റ് സ്റ്റെയിൻസ്. അതുകൊണ്ട് അതിൽ മൈക്രോസ്കോപ്പിക് ടെക്നിക്സ് വരുന്നുണ്ട്. അതും മൂന്നെണ്ണം: ലൈറ്റ് മൈക്രോസ്കോപ്പി, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി, കോൺഫോക്കൽ മൈക്രോസ്കോപ്പി. ദെൻ ഈ ഒരു പിന്നെ ഹിസ്റ്റോളജിക്കൽ മെത്തേഡിന്റെ ആപ്ലിക്കേഷൻ എന്താ വരുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് എക്സാമിനിങ് ദ ആർക്കിടെക്ചർ ഓഫ് ന്യൂറോൺസ് ആൻഡ് ദെയർ കണക്ഷൻ. അതായത് ഈ ന്യൂറൽ, നമ്മൾ പറഞ്ഞല്ലോ ബ്രെയിനിൽ നിരവധി ന്യൂറൽ കണക്ഷൻസ് ഉണ്ട് എന്നുള്ളത്. ഈ ന്യൂറൽ കണക്ഷൻസിന് അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളും കണക്ഷനും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഹിസ്റ്റോളജിക്കൽ മെത്തേഡ് നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഫറെന്റ് ബ്രെയിൻ ടിഷ്യൂസിൽ വരുന്ന പാത്തോളജിക്കൽ ഡിസീസ് ഐഡന്റിഫൈ ചെയ്യാൻ നമ്മൾ സഹായിക്കുന്നുണ്ട്. പിന്നെ ബ്രെയിനിന്റെ ഫങ്ഷനും ഓർഗനൈസേഷനൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനും നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ മെത്തേഡാണ് സൈക്കോ ഫിസിയോളജിക്കൽ മെത്തേഡ്. നമ്മൾ ആദ്യം പറഞ്ഞു നോൺ ഇൻവേസീവ് മെത്തേഡിൽ നമ്മൾ കുറച്ച് മെത്തേഡ് പറഞ്ഞു. അതിൽ വരുന്നതാണ് ഈ സൈക്കോ ഫിസിയോളജിക്കൽ റെക്കോർഡിംഗ് മെത്തേഡ്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഇലക്ട്രോ എൻസെഫാലോഗ്രഫി അല്ലെങ്കിൽ EEG. ഇതിൽ നമ്മൾ പിന്നെ നമ്മുടെ ബ്രെയിനിലുള്ള ഇലക്ട്രിക്കൽ ആക്ടിവിറ്റിനെയാണ് നമ്മൾ മെഷർ ചെയ്യുക. ഇപ്പം ഈ വലതുഭാഗത്തുള്ള ചിത്രത്തിൽ കാണാം, ഈ തലയുടെ മുകൾ ഭാഗത്ത് നമ്മൾ ഈ ഇലക്ട്രോഡ്സ് വെക്കും. എന്നിട്ട് ആ ഇലക്ട്രോഡ്സിൽ കൂടി കൊടുക്കുന്ന അല്ലെങ്കിൽ ഇലക്ട്രോഡ്സ് നമ്മളെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള ആക്ടിവിറ്റി, ഇടതുഭാഗത്ത് ഈ ചിത്രത്തിൽ തന്നെ കാണാൻ പറ്റും ബ്രെയിൻ വേവ്സ്. ഇതിനെയാണ് നമ്മൾ അളക്കുന്നത്. ഇത് എന്തിനാന്ന് വെച്ചാൽ കൊഗ്നിറ്റീവ് റിസർച്ച് അല്ലെങ്കിൽ സ്ലീപ്പ് സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ എപ്പിലെപ്സി ഡയഗ്നോസ് ചെയ്യാൻ അങ്ങനെയൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ദെൻ മാഗ്നെറ്റോ എൻസെഫാലോഗ്രഫി. അതിന്റെ പർപ്പസ് നമ്മുടെ പിന്നെ ബ്രെയിനിലുള്ള ന്യൂറൽ ആക്ടിവിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതും ഈ പറഞ്ഞ പോലെ ഈ സൂപ്പർ കണ്ടക്ടിങ് ക്വാണ്ടം ഇന്റർഫറൻസ് ഡിവൈസസ് മെഷർ മാഗ്നറ്റിക് സിഗ്നൽ. അത് ഈ SQUIDs എന്ന് പറഞ്ഞാൽ ഈ ചിത്രത്തിലെ ഒരു സ്കൈ ബ്ലൂ നിറത്തിൽ കാണുന്ന ആ ഒരു സാധനമാണ്, ഈ ഒരു സെൻസേഴ്സ് ആണത്. അതും ഇത് പറഞ്ഞ പോലെ നമ്മുടെ ബ്രെയിനിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. ഇത് ബ്രെയിൻ മാപ്പിംഗ്, അതായത് നേരത്തെ സെയിം ആപ്ലിക്കേഷൻ, നമ്മുടെ ഉള്ളിലുള്ള ന്യൂറൽ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നു. ഇനി അടുത്തതാണ് FMRI അഥവാ ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ്. ഇതും നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റീനെ ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്നു. പക്ഷെ അത് നോക്കുന്നത് നമ്മുടെ ബ്ലഡ് ഫ്ലോയിൽ ഉണ്ടാകുന്ന ചേഞ്ചിലൂടെയാണ് നമ്മൾ ബ്രെയിൻ ആക്ടിവിറ്റി ഡിറ്റക്ട് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ രണ്ടെണ്ണത്തിൽ, അതായത് EEGയിലും അതുപോലെ മാഗ്നെറ്റോ എൻസെഫാലോഗ്രഫിയിലും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്കാൽപ്പിൽ ഈ ഇലക്ട്രോഡ്സ് അല്ലെങ്കിൽ ഈ സെൻസേഴ്സ് ഘടിപ്പിച്ചിട്ടായിരുന്നു നമ്മൾ നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി അല്ലെ ബ്രെയിനെ കുറിച്ച് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ നമ്മൾ FMRIയിലേക്ക് വരുമ്പോൾ ബ്ലഡ് ഫ്ലോയിലെ ചേഞ്ച് പ്രകാരമാണ് നമ്മൾ
ബ്രെയിൻ ആക്ടിവിറ്റി മെഷർ ചെയ്യുന്നത്. അതിന്റെ ആപ്ലിക്കേഷനും ഇതുകൊണ്ട് തന്നെ ബ്രെയിൻ ഫങ്ഷൻ മനസ്സിലാക്കാനും ഈ ബ്രെയിനിന്റെ സാധനങ്ങൾ പഠിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിംഗ് മെഷീൻ യൂസ് ചെയ്യുന്നത്. ദെൻ പെറ്റ്, പോസ്റ്റ്രോൺ എമിഷൻ ടോമോഗ്രഫി. ഇതിന്റെ പർപ്പസ് നമ്മുടെ ബ്രെയിനിന്റെ ഉള്ളിലുള്ള മെറ്റബോളിക് പ്രോസസ്സ് മെഷർ ചെയ്യുക എന്നുള്ളതാണ്. ഇതിന്റെ മെത്തേഡ് വരുന്നത് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ആർ ഇൻജെക്റ്റഡ് ആൻഡ് ദെയർ ഡീകെ ഈസ് ഡിക്റ്റേറ്റഡ്. അതായത് നമ്മുടെ ശരീരത്തിലേക്ക് റേഡിയോ ആക്റ്റീവ് ട്രേസേഴ്സ് ഇൻജെക്ട് ചെയ്യുകയും അതനുസരിച്ച് നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഡിക്റ്റേറ്റ് ചെയ്യുകയും ചെയ്യാണ്. ഇതിലും നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റർ ആക്ടിവിറ്റി ആവുകയാണ് ബ്രെയിൻ ഡിസോർഡേഴ്സ് ഒക്കെ പഠിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇനി അടുത്തതാണ് ഇലക്ട്രോമയോഗ്രഫി അല്ലെങ്കിൽ EMG. ഇത് നമ്മളെ മസിൽ ആക്ടിവിറ്റിനെയാണ് മെഷർ ചെയ്യുന്നത്. ഇത് നമ്മളെ സ്കിന്നിന്റെ മേലെ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തിട്ട് അത് നമ്മളെ മസിലിന്റെ ഈ ആക്ടിവിറ്റീസ്, ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യും. ഇത് എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്റ്റഡിയിങ് മോട്ടോർ കൺട്രോൾ, അതുപോലെ തന്നെ ന്യൂറോ മസ്കുലാർ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനൊക്കെയാണ് ഈ ഇലക്ട്രോമയോഗ്രഫി ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് സ്കിൻ കണ്ടക്ടൻസ് റെസ്പോണ്ട് ഓർ CSR. ഇത് നമ്മുടെ സ്കിന്നിന്റെ കണ്ടക്ടിവിറ്റി, അതായത് സ്വെറ്റിംഗ് കാരണമുള്ള സ്കിന്നിന്റെ കണ്ടക്ടിവിറ്റി മെഷർ ചെയ്യാനാണ് ഈ സ്കിൻ കണ്ടക്ടൻസ് റെസ്പോൺസ് സഹായിക്കുന്നത്. പറഞ്ഞ പോലെ ഇതും ഇലക്ട്രോഡ് പ്ലേസ്ഡ്, അതായത് നമ്മൾ ഇലക്ട്രോമയോഗ്രഫി പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിന്റെ മുകളിൽ ഇലക്ട്രോഡ് പ്ലേസ് ചെയ്തിട്ട് അതിന്റെ ഇലക്ട്രിക്കൽ കണ്ടൻസിലൂടെയാണ് സ്കിൻ കണ്ടക്ടൻസ് റെസ്പോൺസ് മെഷർ ചെയ്യുന്നത്. ഇതധികവും നമ്മുടെ ഈ ഇമോഷണൽ ആൻഡ് സ്ട്രെസ് റെസ്പോൺസ് റിസർച്ചിലൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി ഓർ HRV. ഇത് നമ്മുടെ ഹാർട്ട് ബീറ്റ്സ്, അതായത് രണ്ട് ഹാർട്ട് ബീറ്റ്സ് തമ്മിലുള്ള ഇടയ്ക്കുള്ള ഇന്റർവെൽ ടൈം മെഷർ, അതിന്റെ വേരിയേഷൻ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇതാണ് ഈ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. ഇതും നമ്മുടെ ചെസ്റ്റിന്റെ മുകളിൽ ഇലക്ട്രോഡോ അല്ലെങ്കിൽ സെൻസറോ വെച്ചിട്ടാണ് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഇത് മെയിനായിട്ട് നമ്മൾ ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിന്റെ ആക്ടിവിറ്റി, അതുപോലെ സ്ട്രെസ്, റിലാക്സേഷൻ, ഇതൊക്കെ മനസ്സിലാക്കാനും പഠിക്കാനൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ വരുന്നത്. ഇനി അടുത്ത മെത്തേഡാണ് ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ. ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഈ ഇലക്ട്രിക്കൽ ഈ കണ്ടക്ടിങ് ഡിവൈസിൽ കൂടെ ചെറിയ തോതിലുള്ള ഇലക്ട്രിക്കൽ കറൻസ് നമ്മുടെ ബ്രെയിൻ റീജിയനിലേക്ക് കടത്തി വിട്ടിട്ട് നമ്മുടെ ബ്രെയിൻ റീജിയന്റെ ഫങ്ഷൻസും കാര്യങ്ങളും പഠിക്കുകയാണ് നമ്മൾ ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷനിലൂടെ ചെയ്യുക. ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ, വരുന്നൊരു വേർഡാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേഷൻ. ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ ഇൻഡ്യൂസസ് ആക്ഷൻ പൊട്ടൻഷ്യൽസ് ഈസ് ന്യൂറോൺസ് വിച്ച് ദെൻ പ്രൊപ്പഗേറ്റ് ടു അതർ ന്യൂറോൺസ്. അതായത് നമ്മൾ ഈ കൊടുക്കുന്ന ഇലക്ട്രിക്കൽ സ്റ്റിമുലേഷൻ കാരണം ഒരു ന്യൂറോണിൽ പൊട്ടൻഷ്യൽ ഉണ്ടാവുകയും അത് അടുത്ത ന്യൂറോണിലേക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് പോവുകയും ചെയ്യുന്നു. And neuroplasticity can enhance or inhibit synaptic connection affecting learning and memory. ഇങ്ങനെ ഉണ്ടാവുന്ന ചേഞ്ച്, അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിലുള്ള പിന്നെ ഗ്യാപ്പിന് പറയുന്നതാണ് സിനാപ്സിസ്. ആ ഒരു ഗ്യാപ്പിന്, ആ കണക്ഷന് പറയുന്ന പേരാണ് സിനാപ്റ്റിക് കണക്ഷൻ. ഇങ്ങനെ ഇതിലൂടെ നമുക്ക് ഈ ലേണിങ്ങിനെയും മെമ്മറിനെയൊക്കെ പഠിക്കാനും കാര്യങ്ങൾക്കും സഹായിക്കും. ഇനി ഇതെങ്ങനെ വർക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രെയിൻ റീജിയൻസിൽ ഈ ഇലക്ട്രോഡ്സ് വെക്കും. ഈ ഇലക്ട്രിക്കൽ സ്റ്റിമുലസ് പാസ് ചെയ്യാൻ രീതിയിലുള്ള സ്മോൾ ഇലക്ട്രോഡ്സ് വെക്കും. അതിലൂടെ കറണ്ട് DC-യോ AC-യോ ആയിട്ടുള്ള, അതായത് DC എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് കറണ്ട്, AC എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് ആയിട്ടുള്ള കറണ്ട് കടത്തിവിടുകയും അത് നമ്മൾ ഓസ്കിലോസ്കോപ്പ് എന്ന് പറയുന്ന ഡിവൈസിൽ കൂടെ റീഡ് ചെയ്യുകയും ചെയ്യും. അത് ഇൻഗ്രൈറ്റിംഗ് ഓസ്കിലോസ്കോപ്പ് എന്ന് പറയാം അതിനെ. പോളിഗ്രാഫ് എന്ന് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും. പോളിഗ്രാഫ് ഉപയോഗിച്ച് നമ്മൾ ഈ ലൈ ഡിറ്റക്ടിങ് സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കാറുണ്ട്. ദെൻ അടുത്ത മെത്തേഡാണ് കെമിക്കൽ സ്റ്റിമുലേഷൻ. കെമിക്കൽ സ്റ്റിമുലേഷന്റെ പർപ്പസ് പറയുകയാണെങ്കിൽ ടു സ്റ്റഡി ദ ഫങ്ഷൻ ഓഫ് സ്പെസിഫിക് ബ്രെയിൻ റീജിയൻ ബൈ ഒബ്സർവിംഗ് ബിഹേവിയറൽ ചേഞ്ചസ് ഫോളോയിങ് ടാർഗറ്റഡ് ലീഷൻസ്. അതായത്
പിന്നെ സ്പെസിഫിക് ബ്രെയിൻ റീജിയനിൽ ലീഷൻ ചെയ്യുന്ന, അതായത് ടാർഗറ്റഡ് ലീഷൻ ലൂടെ കെമിക്കൽ സബ്സ്റ്റൻസ് ഉപയോഗിച്ചിട്ട് നമ്മളെ ബിഹേവിയറിലുള്ള ചേഞ്ച് ഒബ്സർവ് ചെയ്യുന്നതിനാണ് ഈ കെമിക്കൽ സ്റ്റിമുലേഷൻ എന്ന് പറയാം. പിന്നെ ഇതിന്റെ മെത്തേഡ് പറയുകയാണെങ്കിൽ ഇറ്റ് ഇൻവോൾവ്സ് ദ യൂസ് ഓഫ് കെമിക്കൽ ഏജന്റ് ടു സെലക്ടീവ്ലി ഡിസ്ട്രോയ്ഡ് ന്യൂറോൺസ് ഇൻ എ സ്പെസിഫിക് ഏരിയ ഓഫ് ദ ബ്രെയിൻ. നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെ, അതായത് കെമിക്കൽ ഏജന്റ് ഉപയോഗിച്ചിട്ട് നമ്മൾ സ്പെസിഫിക് റീജിയൻ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുന്നത്, അതായത് ബ്രെയിനിന്റെ സ്പെസിഫിക് റീജിയൻ, നമുക്ക് വേണ്ട റീജിയൻ അത് ഡിസ്ട്രോയ് ചെയ്യും. കോമൺലി യൂസ്ഡ്, ഇതിന് ഉപയോഗിക്കുന്ന കോമൺലി യൂസ്ഡ് കെമിക്കൽസ് ആണ് ഇബോട്ടണിക് ആസിഡ്, കെയിനിക് ആസിഡ്, അതുപോലെ തന്നെ ഹൈഡ്രോക്സി ഡോപ്പമൈൻ. പിന്നെ ഇതിന് കെമിക്കൽ സ്റ്റിമുലേഷൻ നമ്മൾ മെയിനായിട്ട് സ്റ്റീരിയോടാക്സിക് സർജറി അല്ലെങ്കിൽ കെമിക്കൽ ഇഞ്ചക്ഷൻ ഒക്കെ വഴിയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് മെത്തേഡാണ് സ്റ്റീരിയോടാക്സിക് ലീഷൻ. എ സ്റ്റീരിയോടാക്സിക് ലീഷൻ ഇൻവോൾവ് ടാർഗറ്റിംഗ് ആൻഡ് ഡിസ്ട്രോയിങ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് ദ ബ്രെയിൻ ടു ദ സ്റ്റഡി ദ എഫക്ട് ഓൺ ബിഹേവിയർ ആൻഡ് ബ്രെയിൻ ഫംഗ്ഷൻ. നേരത്തെ പറഞ്ഞ അതേ സാധനം തന്നെ, അതായത് ഇതിൽ നമ്മൾ ടാർഗറ്റ് ചെയ്ത ഒരു ഏരിയനെ ഡിസ്ട്രോയ് ചെയ്യാണ് ചെയ്യുന്നത്. ഇതിന് ഉപയോഗിക്കുന്ന അപ്പാരറ്റസിനെയാണ് നമ്മൾ സ്റ്റീരിയോടാക്സിക്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസ് എന്ന് പറയുക. എ ഡിവൈസ് ദാറ്റ് ഹോൾഡ് ദ ആനിമൽസ് ഹെഡ്സ് ഇൻ എ ഫിക്സഡ് പൊസിഷൻ ആൻഡ് യൂസസ് എ കോർഡിനേറ്റ് സിസ്റ്റം ടു ലൊക്കേറ്റ് സ്പെസിഫിക് ബ്രെയിൻ ഏരിയാസ്. അതായത് ഈ സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റിന്റെ ഉള്ളിലാണ് നമ്മൾ ഈ സബ്ജക്റ്റിന്റെ ഹെഡ് വെച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. ഇതിന്റെ പ്രൊസീജിയർ വരികയാണെങ്കിൽ ആദ്യം നമ്മൾ അനസ്തേഷ്യ കൊടുക്കും. പിന്നെ മൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഈ സ്റ്റീരിയോടാക്സിക് അപ്പാരറ്റസിന്റെ ഉള്ളിൽ ഈ ഹെഡ് സെക്യൂർഡ് ആക്കുന്ന പ്രോസസ്സിനാണ് ഈ മൗണ്ടിങ് എന്ന് പറയുക. ദെൻ കോർഡിനേറ്റ്സ് യൂസ് എ ബ്രെയിൻ അറ്റ്ലസ് ടു ഡിറ്റർമൈൻ ദ കോർഡിനേറ്റ് ഓഫ് ദ ടാർഗറ്റഡ് ഏരിയ. അതായത് എത്രത്തോളം ആ ഒരു ലീഷൻ ചെയ്യണം എന്നുള്ളതൊക്കെ സാധനം മനസ്സിലാക്കുന്നതിനാണ് ഈ കോർഡിനേറ്റ്സ് എന്ന് പറയാം, എത്രത്തോളം ആയത്തിൽ എന്നുള്ളൊക്കെ കാര്യം. ദെൻ ഡ്രില്ലിംഗ്. A small hole is drilled in the skull at the calculated coordinates. അതായത് ഇത്ര ഒരു നിശ്ചിത, ഇപ്പൊ 1 സെന്റിമീറ്റർ ആണെങ്കിൽ ആ 1 സെന്റിമീറ്റർ വരെ സ്കള്ള് തുറക്കുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഡ്രില്ലിംഗ് എന്ന് പറയുക, അല്ലെങ്കിൽ ഒരു സ്മോൾ ഹോൾ ഇടുന്ന പ്രോസസ്സാണ് ഡ്രില്ലിംഗ്. ദെൻ ലീഷനിങ്. ലീഷനിങ് ഈസ് ദ ടെക്നിക് ടു ഡിസ്ട്രോയ് ടിഷ്യൂ. അതായത് ഈ ഡാമേജ് ആയിട്ടുള്ള ടിഷ്യൂവിനെ നശിപ്പിക്കുന്ന ടെക്നിക്കാണ് ലീഷനിങ് എന്ന് പറയുക. അത് 2 തരത്തിൽ നമുക്ക് ലീഷനിങ് ചെയ്യാം. ഒന്ന് ഇലക്ട്രോലിറ്റിക് ലീഷനിങ് ഉണ്ട്, ഒന്ന് കെമിക്കൽ ലീഷനിങ് ഉണ്ട്. ഇലക്ട്രോലിറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇലക്ട്രിക് കറണ്ട്, നേരത്തെ പറഞ്ഞ പോലെ ഇലക്ട്രിക് കറണ്ട് കടത്തി വിട്ടിട്ട്, ഇലക്ട്രോഡിൽ കൂടെ ഇലക്ട്രിക് കറണ്ട് കടത്തി വിട്ടിട്ട് നമ്മൾ ലീഷൻ ചെയ്യും. അതല്ലെങ്കിൽ ഒരു ഇഞ്ചക്ടിങ് ന്യൂറോ ടോക്സിൻസ് ടു ഡാമേജ് ന്യൂറോൺസ്. ഈ ന്യൂറോൺസ് നശിക്കാൻ വേണ്ടിയിട്ട് നിശ്ചിത ന്യൂറോ ടോക്സിൻസ് ഇഞ്ചക്ട് ചെയ്തിട്ട് നമ്മൾ ലീഷൻ ചെയ്യും. അതാണ് ഈ കെമിക്കൽ ലീഷൻ. ഇനി അടുത്ത ടെക്നിക്കാണ് ന്യൂറോ ഇമേജിങ്. ന്യൂറോ ഇമേജിങ് നമ്മൾ നേരത്തെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു. നോൺ ഇൻവേസീവ് ടെക്നിക്ക് അല്ലെങ്കിൽ സൈക്കോ ഫിസിയോളജിക്കൽ ടെക്നിക്കലിൽ പറഞ്ഞു. MRI, മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, ഇത് നമ്മുടെ ബ്രെയിനിന്റെ അനാറ്റമിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്ട്രക്ചർ തരുന്നുണ്ട്. ഇത് ബ്രെയിനിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രെയിൻ ലീഷൻസോ അല്ലെങ്കിൽ നമ്മളെ ബ്രെയിൻ വോളിയം അളക്കാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. FMRI നേരത്തെ പറഞ്ഞു, ഫങ്ഷണൽ മാഗ്നറ്റിക് റെസൊണൻസ് ഇമേജിങ്, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി നമ്മുടെ ബ്ലഡ് ഫ്ലോയിലെ ചേഞ്ചിലൂടെ മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ദെൻ പെറ്റും പറഞ്ഞു, വിഷ്വലൈസ് ബ്രെയിൻ ആക്ടിവിറ്റി ബൈ ട്രാക്കിംഗ് റേഡിയേറ്റീവ് ട്രേസസ് ഇൻജക്റ്റഡ് ഇൻ ടു ദ ബ്ലഡ് സ്ട്രീം. അതായത് ബ്ലഡ് സ്ട്രീമിലേക്ക് ഇൻജക്ട് ചെയ്തിട്ടുള്ള റേഡിയോ ആക്റ്റീവ് ട്രേസസ് കൂടി നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി വിഷ്വലൈസ് ചെയ്ത് ട്രാക്ക് ചെയ്യും. ഇനി അടുത്തത് CT, കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി. ഇറ്റ് പ്രൊവൈഡ് ക്രോസ് സെക്ഷണൽ ഇമേജസ് ഓഫ് ദ ബ്രെയിൻ യൂസിങ് എക്സ്റേ. ഉപയോഗിച്ചിട്ട് നമുക്ക് ക്രോസ് സെക്ഷണൽ ആയിട്ടുള്ള ബ്രെയിനിന്റെ ഇമേജ് CT അല്ലെങ്കിൽ കമ്പ്യൂട്ടഡ് ടോമോഗ്രഫി തരും. ഇറ്റ് ഡിറ്റക്ട് സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ലൈക്ക് ട്യൂമേഴ്സ് ഓർ ബ്ലീഡിങ്. ഈ CT സ്കാൻ ഒക്കെ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് വല്ല ട്യൂമേഴ്സോ ബ്ലീഡിങ്സോ അങ്ങനെയുള്ള സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ EEG, ഇലക്ട്രോ എൻസെഫാലോഗ്രഫി, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റെക്കോർഡ്സ് ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ദ ബ്രെയിൻ ത്രൂ ഇലക്ട്രോഡ് പ്ലേസ്ഡ് ഓൺ ദ സ്കാൽപ്പ്. സ്കാൽപ്പിൽ പ്ലേസ് ചെയ്തിട്ടുള്ള ഇലക്ട്രോഡ്സിലൂടെ നമ്മൾ ബ്രെയിനിന്റെ ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി റെക്കോർഡ് ചെയ്യാണ് EEG അല്ലെങ്കിൽ ഇലക്ട്രോ എൻസെഫാലോഗ്രഫി ചെയ്യുക. ദെൻ മാഗ്നെറ്റോ എൻസെഫാലോഗ്രഫി MEG, ഇത് മാഗ്നറ്റിക് ഫീൽഡ്, അതായത് നമ്മുടെ ന്യൂറൽ ആക്ടിവിറ്റി പ്രകാരം
ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ജനറേറ്റ് ചെയ്തിട്ടുള്ള മാഗ്നറ്റിക് ഫീൽഡ് മെഷർ ചെയ്യാണ് ഈ MEG ചെയ്യുക. ഇനി ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്. Neuropsychological assessment is a set of tests and evaluations used to understand how brain function affects cognitive abilities and behavior. ഈ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ്. ആ ടെസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് അല്ലെ ബിഹേവിയറിനെ എങ്ങനെ പിന്നെ ബാധിക്കുന്നു എന്നുള്ളത് അസസ് ചെയ്യുന്ന അസസ്മെന്റ് ഒരു സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ് ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്. ഇത് ഡിമെൻഷ്യ അല്ലെങ്കിൽ ബ്രെയിൻ ഇഞ്ചുറി, ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ്, അല്ലെങ്കിൽ ഇപ്പൊ മെമ്മറി, അറ്റൻഷൻ, പ്രോബ്ലം സോൾവിങ്, സ്കിൽ, ലാംഗ്വേജ് എന്നീ കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ ഡിറ്റക്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഡയഗ്നോസ് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. ഈ ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റിലെ ഫസ്റ്റ് വൺ ആണ് വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ. ഇത് അമേരിക്കൻ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡേവിഡ് വെച്ച്ലർ ആണ് ഫൗണ്ട് ചെയ്തിട്ടുള്ളത്. 3 വേരിയസ് ടൈപ്പാണ് ഇതിന് വരുന്നത്. ഫസ്റ്റ് വൺ വെച്ച്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ, സെക്കൻഡ് വൺ വെച്ച്ലർ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ, തേർഡ് വൺ വെച്ച്ലർ പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ ഓഫ് ഇന്റലിജൻസ്. ദെൻ ഫസ്റ്റ് വൺ വെച്ച്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ പേര് പോലെ തന്നെ അഡൽട്സിലാണ്, അതായത് 16 ആൻഡ് ഓൾഡർ. ദെൻ ഇന്റലിജൻസ് സ്കെയിൽ ഫോർ ചിൽഡ്രൻ അത് 6 to 16 ആണ് വരുന്നത്. ഇനി പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കെയിൽ ഓഫ് ഇന്റലിജൻസ് വരുന്നത് 2.5 to 7 years ഓൾഡ് ചിൽഡ്രനിലാണ് അത് വരുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ഹാൽസ്റ്റഡ് റേറ്റഡ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി. ഇതൊരു കോംപ്രിഹെൻസീവ് സെറ്റ് ഓഫ് ടെസ്റ്റ് ആണ് ഡിസൈൻ ടു അസസ് വേരിയസ് ആസ്പെക്ട് ഓഫ് കോഗ്നിറ്റീവ് ഫംഗ്ഷൻ ആൻഡ് ഡിറ്റക്ട് ബ്രെയിൻ ഡാമേജ് ഓർ ഡിസ്ഫങ്ഷൻ. അതായത് ബ്രെയിനിന് എന്തെങ്കിലും ഡാമേജോ ഡിസ്ഫങ്ഷനോ ഉണ്ടെങ്കിൽ അത് ഡിറ്റക്ട് ചെയ്യാൻ സഹായിക്കുന്ന ഒരു ടെസ്റ്റ് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ആണ് ഈ HRNB അല്ലെങ്കിൽ ഹാൽസ്റ്റഡ് റേറ്റഡ് ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി. It was developed by neuropsychologist Ward Halsted and later expanded by Ralph Rayton. അതുകൊണ്ടാണ്, അതായത് ആദ്യം കണ്ടുപിടിച്ചത് വാർഡ് ഹാൽസ്റ്റഡ് ആണ്. അതിനെ ആ ഒരു ടെസ്റ്റിനെ പിന്നീട് എക്സ്പാൻഡ് ചെയ്ത് പുതിയ വേർഷനിലേക്ക് എത്തിയത് റാൽഫ് റീറ്റൺ ആണ്. അതുകൊണ്ടാണ് ഇതിന് ഹാൽസ്റ്റഡ് റീറ്റൺ ന്യൂറോ സൈക്കോളജിക്കൽ ടെസ്റ്റ് ബാറ്ററി എന്നുള്ള പേര് വന്നത്. The test battery is used to evaluate a wide range of cognitive abilities and is particularly useful in identifying and understanding brain injuries or neurological disorders. ഇത് നമ്മുടെ കോഗ്നിറ്റീവ് എബിലിറ്റീസ് മെഷർ ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബ്രെയിൻ ഇഞ്ചറിയോ ന്യൂറോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ടെങ്കിൽ നമ്മളെ ഐഡന്റിഫൈ ചെയ്യാനും സഹായിക്കുന്നു. ഇനി അടുത്ത ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ് ആണ് ദ ലൂറിയോ Nebraska Neuropsychological Battery. It is a standardized battery of neuropsychological tests found to be useful in diagnosing and treatment of brain damage or any dysfunction. Standardized battery എന്ന് പറയുമ്പോൾ അതായത് നമുക്ക് എപ്പം ആര് ചെയ്താലും സെയിം റിസൾട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കൾച്ചർ ഫ്രീ അല്ലെങ്കിൽ ബയാസ് ഫ്രീ ആയിട്ട് നോൺ ബയാസ്ഡ് ആയിട്ടുള്ള ടെസ്റ്റിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡൈസ്ഡ് ടെസ്റ്റ് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡൈസ്ഡ് ബാറ്ററി എന്നൊക്കെ പറയുന്നത്. ഈ ലൂറിയ നെബ്രാസ്ക ന്യൂറോ സൈക്കോളജിക്കൽ ബാറ്ററി ഒരു സ്റ്റാൻഡേർഡൈസ്ഡ് ബാറ്ററി ആണ്. 1986 അത് കണ്ടുപിടിക്കപ്പെട്ടിട്ടുള്ളത്. ഇത് പറഞ്ഞ നേരത്തെ ടെസ്റ്റ് ബാറ്ററിനെ പോലെ തന്നെ ബ്രെയിൻ ഡാമേജ് അല്ലെങ്കിൽ ബ്രെയിൻ ഡിസ്ഫങ്ഷനൊക്കെ ഡയഗ്നോസ് ചെയ്യാനും ട്രീറ്റ് ചെയ്യാനും വേണ്ടി സഹായിക്കുന്ന ഒരു ബാറ്ററിയാണ് അല്ലെങ്കിൽ ഒരു അസസ്മെന്റ് ടൂളാണ്. The test battery is useful for adolescent, adult and older adult. A separate version for children between the age 8 to 12 years of age is also available. ഇത് മോസ്റ്റ്ലി അഡോളസെൻസ് അല്ലെങ്കിൽ അഡൽട്സിലാണ്, വലിയവരിലാണ് ഉപയോഗിക്കുന്നതെങ്കിലും കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വേർഷൻ ഇതിൽ അവൈലബിൾ ആണ്. The major areas covered in assessments are motor, perceptual, language, academic, memory and intelligence function. ഈ ടെസ്റ്റ് കൺസിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ടെസ്റ്റ് പിന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മോട്ടോർ, പെർസെപ്ഷൻ, ലാംഗ്വേജ്, അക്കാദമിക്, മെമ്മറി, ഇന്റലിജന്റ് ഫംഗ്ഷൻ എന്ന് പറയുന്ന ഏരിയാസിലാണ്. ഇനി അടുത്തതാണ് ദ റേ ഓസ്ട്രിക് കോംപ്ലക്സ് ഫിഗർ ടെസ്റ്റ്. ഈ ടെസ്റ്റ് ഡിസൈൻ ചെയ്തത് റേ എന്ന് പറയുന്ന ആളാണ് 1941. ഇത് വിഷ്വൽ പെർസെപ്ഷനും അതുപോലെ തന്നെ വിഷ്വൽ മെമ്മറിയും
ബ്രെയിൻ ഡാമേജ് ആയിട്ടുള്ള, അതായത് ബ്രെയിൻ എന്തെങ്കിലും ഇഞ്ചുറി ആയിട്ടുള്ള ആളുകളിലുള്ള വിഷ്വൽ പെർസെപ്ഷനെയും വിഷ്വൽ മെമ്മറിനെയും അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റാണ്. It is one of the most used tools to assess constructional abilities and is also used as a non-verbal memory test. അതായത് മെമ്മറി ടെസ്റ്റുകൾ അധികം വെർബൽ ആണ് വരുന്നത്, പക്ഷെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് ഒരു മെമ്മറി ടെസ്റ്റ് നോൺ വെർബൽ മെമ്മറി ടെസ്റ്റ് ആണ് റേ ഓസ്ട്രിഡ് കോംപ്ലക്സ് ഫിഗർ ടെസ്റ്റ്. ഇത് ഓസ്ട്രിഡ് ഡെവലപ്ഡ് നോംസ് ഫോർ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട് വിത്ത് റേഞ്ച് ഫ്രം 14 to 15 then 16 to 60 years of age. അതായത് 4 to 15 വരെ ഉള്ള ആളുകൾക്ക് വേറെ നോംസും 16 to 60 ആളുകൾക്ക് വേറെ നോംസും, അതായത് ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ടെസ്റ്റ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി അടുത്തതാണ് ഡെലിസ് കെപ്ലൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സിസ്റ്റം. It is a neuropsychological assessment for executive functions like thinking, inhibition, problem solving, planning, impulse control, conception formation, abstract thinking and creativity. അതായത് ഡെലിസ് കെപ്ലൻ ക്രേമർ എന്ന് പറയുന്ന ആളുകൾ 2001 കണ്ടുപിടിച്ചിട്ടുള്ള ന്യൂറോ സൈക്കോളജിക്കൽ അസസ്മെന്റ്സ് ആണ് ഈ ഡെലിസ് കെപ്ലൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഫംഗ്ഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ടെസ്റ്റ്. ഇത് നമ്മുടെ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻസ് ആയിട്ടുള്ള തിങ്കിങ്, ഇൻഹിബിഷൻ, പ്രോബ്ലം സോൾവിങ്, പ്ലാനിങ്, ഇമ്പൾസ് കൺട്രോൾ, കൺസെപ്ഷൻ ഫോർമേഷൻ, അബ്സ്ട്രാക്ട് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, ഇതിനൊക്കെ അസസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് മേ ബി അഡ്മിനിസ്ട്രേഡ് ഇൻഡിവിജ്വലി ഓർ ഓൺ എ ഗ്രൂപ്പ്. ഇത് നമുക്ക് ഒറ്റക്കായോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പായോ അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇറ്റ് ഈസ് എ സ്റ്റാൻഡേർഡൈസ്ഡ് മെഷർ ടു അസസ് എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ ഇൻ ചിൽഡ്രൻ ആൻഡ് അഡൽട്ട് ബിറ്റ്വീൻ ദ ഏജ് റേഞ്ച് ഓഫ് 18 to 89 years. അതായത് 8 മുതൽ 89 വയസ്സ് വരെയുള്ള കുട്ടികളിലും വലിയവരിലൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന സ്റ്റാൻഡേർഡൈസ്ഡ് ആയിട്ടുള്ള ഒരു മെഷറാണ് അല്ലെങ്കിൽ ഒരു ടെസ്റ്റാണ് ഡെലിസ് കെപ്ലൻ എക്സിക്യൂട്ടീവ് ഫംഗ്ഷൻ സിസ്റ്റം. ഇനി അടുത്തതാണ് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ്. ഇത് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് നമ്മുടെ ആദ്യം ഫസ്റ്റ് പറഞ്ഞ വെച്ച്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിലിന്റെ ഒരു പാർട്ടായിട്ടായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, അല്ലാതെയും ഉപയോഗിക്കുന്നുണ്ട്. ഇതിൽ നമ്മൾ ഒരാളുടെ വർക്കിംഗ് മെമ്മറി എത്രത്തോളം ഉണ്ട് എന്ന് ആണ് മെഷർ ചെയ്യുന്നത്. ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് ഒരാളുടെ വർക്കിംഗ് മെമ്മറിന്റെ കപ്പാസിറ്റി അളക്കാനാണ് ഡിജിറ്റ് സ്പാൻ ടെസ്റ്റ് നമ്മളെ സഹായിക്കുന്നത്. ഇനി അടുത്തതാണ് വിസ്കോൺസിൻ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ്. It is a neuropsychological test of set shifting. It is used to assess frontal lobe dysfunction in patients of brain injury, schizophrenia or any other mental illness. അതായത് നമുക്കറിയാം 4 ലോബ്സ് ഉണ്ട് ബ്രെയിനിന്, ഫ്രണ്ടല്, പെറൈറ്റബിള്, ടെമ്പോറല് എന്ന് പറയുന്നിട്ടുള്ള 4 ലോബ് ഉണ്ട്. അതിൽ ഫ്രണ്ടൽ ലോബിന്റെ ഡിസ്ഫങ്ഷനും അതായത് ബ്രെയിൻ ഇഞ്ചുറി അല്ലെങ്കിൽ സ്കീസോഫ്രീനിയ ഒക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും മെന്റൽ ഇൽനെസ് ഒക്കെ കാരണമുള്ള ഡിസ്ഫങ്ഷൻ അസസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ടെസ്റ്റ് ഉപയോഗിക്കുന്നത്. ഇതിൽ 64 കാർഡ് ഒരു പേഷ്യന്റിന് അല്ലെങ്കിൽ ഒരു പാർട്ടിസിപ്പന്റിന് കൊടുക്കും. എന്നിട്ട് നമ്മൾ പറയും ഒന്നിലെ ഒരു കളറിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫിഗറിന്റെയോ നമ്പറിന്റെ ഒക്കെ നമ്പർ അനുസരിച്ച് അതിനെ ഇങ്ങനെ, അതായത് ചുവപ്പ് കാർഡുള്ളത് മൊത്തം ഒരു സെറ്റ്, നീല കാർഡുള്ളത് മൊത്തത്തെ സെറ്റ്, അല്ലെ 8ാമത്തെ നമ്പർ മൊത്തൊരു സെറ്റ്, 4ാമത്തെ നമ്പർ മൊത്തൊരു സെറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ഫിഗർ ഔട്ട് ചെയ്യാൻ കൊടുക്കും. The participant is not explicitly told the rule but must refer it from the feedback received from the person administering the test. ഞാനിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഈ ചുവപ്പുള്ള ഒന്ന് പച്ചുള്ള ഒന്ന് അങ്ങനെ നമ്മൾ നേരിട്ട് പറയില്ല, പക്ഷെ ഇത് ഇപ്പം ഒന്ന് കറക്റ്റ് ആയിട്ട് ചെയ്താൽ പിന്നെ നമ്മൾ ഫീഡ്ബാക്ക് കൊടുക്കും, ഇത് കറക്റ്റ് ആണ് എന്ന് പറഞ്ഞ് അടുത്തടുത്ത് ചെയ്യും. അതാണ് ഈ വിസ്കോൺസിൻ കാർഡ് സോർട്ടിംഗ് ടെസ്റ്റ്. ഇനി അടുത്ത ആണ് dichotic listening test. Dichotic test is non-invasive test initially used to investigate selective attention but later used to assess hemispheric lateralization of language ability. അതായത് dichotic listening ഉപയോഗിക്കുക നമുക്ക് എത്രത്തോളം സെലക്റ്റീവ് അറ്റൻഷൻ ഉണ്ട് എന്നറിയാനാണ്. അതായത് ഇപ്പം എനിക്ക് 2 ഇൻഫർമേഷൻ അറ്റ് എ ടൈം തരും, അല്ലെങ്കിൽ ഈ 2 ചെവി കൂടി ഡിഫറെന്റ്, അതായത് ഇതിലൂടെ ഒരു കാര്യമാണ് ഇതിലൂടെ വേറൊരു കാര്യം ആയിരിക്കും മീൻസ് കടത്തിവിടുക. അപ്പം നമുക്ക് എത്രത്തോളം സെലക്റ്റീവ് അറ്റൻഷൻ ഏതിലേക്ക് ഉണ്ട് എന്നുള്ളത് അങ്ങനെ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ടെസ്റ്റാണ് ഡൈക്കോട്ടിക് ലിസണിംഗ് ടെസ്റ്റ്. ഇൻ ദ standard dichotic listening task, a participant is simultaneously presented with 2 different auditory stimuli through earphone. ഞാൻ പറഞ്ഞോണെ 2 ഇയർഫോണിലൂടെ 2 ഡിഫറെന്റ് പിന്നെ ഓഡിയോ
കേൾപ്പിക്കും ഈ പാർട്ടിസിപ്പന്റിന്. ബേസ്ഡ് ഓൺ ദ ഇൻസ്ട്രക്ഷൻ ഗിവൺ ബൈ ദ എക്സ്പെരിമെന്റ് റിസൾട്ട് ആർ കൺട്രോൾഡ് ഫോർ ദ ടെസ്റ്റ്. അതായത് എന്നിട്ട് എത്രത്തോളം ആ വ്യക്തിക്ക് സെലക്റ്റീവ് അറ്റൻഷൻ, അതായത് ഓരോന്നിലും ഈ 2 ഇയർഫോണിലോടും 2 ഓഡിയോ ആണ് കേൾപ്പിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് ആ 2 ഓഡിയോ എത്രത്തോളം സെലക്റ്റീവ്ലി അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് ഇതിലൂടെ അസസ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ ഫസ്റ്റ് മൊഡ്യൂൾ. താങ്ക് യു.